കീം എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ റിസൾട്ടിൽ അവസാന നിമിഷം സർക്കാർ വരുത്തിയ മാറ്റം ഒട്ടും ഫലപ്രദമായില്ല. സർക്കാരിൻ്റെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നെങ്കിലും, കാരണം പ്രത്യേകിച്ച് കേരള സിലബസിലുള്ള കുട്ടികൾക്ക് കൂടുതൽ മുൻഗണന കിട്ടണം എന്നുള്ളത് സതുദ്ദേശം തന്നെയാണ്. പക്ഷെ അത് അവസാന നിമിഷമാണ് ആ മാറ്റം വരുത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഫലപ്രദമാവുകയുണ്ടായില്ല. കാരണം അതിനെ കോടതി എതിർക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ നിയമപ്രശ്നമല്ല കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു ആരോഗ്യ പ്രശ്നം കൂടിയുണ്ട്. കാരണം എന്തെന്നാൽ ഈ കുട്ടികൾ ഇത് അവരുടെ ഭാവിയുടെ ഒരു പ്രധാന വഴിത്തിരിവ് എന്നുള്ള നിലയിലാണ് ഈ പരീക്ഷകളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ടെൻഷൻ പിടിച്ചായിരിക്കും ഈ പരീക്ഷകളെ സമീപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിൽ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ എല്ലാവരും ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, പക്ഷെ ആരും ഇതിൻ്റെ ഒരു ആരോഗ്യവശത്തെക്കുറിച്ച് കാണുന്നില്ല. ഇതുമൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും കാണുന്നില്ല. ഇതുമൂലം കുട്ടികൾക്ക് എന്തുമാത്രം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് അവർ എന്തെല്ലാം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട്, ഇതാരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം ഇത്തരത്തിൽ ഈ ടെക്നിക്കലായ ചേഞ്ചുകൾ വരുത്തുന്നത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നിമിഷത്തിലല്ല. ഇത് വളരെ ആലോചിച്ചെടുത്ത്, വളരെ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച്, അതിൻ്റെ നിയമപ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇത്തരം മാറ്റങ്ങൾ ഇത്തരം പരീക്ഷകളിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ഇത്തരം മാറ്റങ്ങൾ, നല്ല ഉദ്ദേശത്തിൽ തന്നെയാണെങ്കിലും പെട്ടെന്ന് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് പല നിയമപ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ നിയമപ്രശ്നങ്ങളെ പലപ്പോഴും അത് കോടതി ഇത്തരം മാനുഷിക കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ അതിന് നിയമപ്രശ്നങ്ങളെ മാത്രം കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് അനുഭവിക്കുന്നവരുടെ പ്രശ്നമാണ്. അതിൽ നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുട്ടികളുടെ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ് കാണേണ്ടത്. അപ്പോൾ അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ട നടപടികളാണ് സർക്കാരിൻ്റെയും കോടതിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്.